മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വേദവാക്യം വായിക്കും. മത്തായിയുടെ സുവിശേഷം. യേശു തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. ഞങ്ങളെ അലമാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾ സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. വചന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് രോഗസൗഖ്യം തരണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. മത്തായിയുടെ സുവിശേഷം 11-3 വായിക്കാം. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ. നമ്മള് ഇന്ന് വായിച്ച 40-ാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ സങ്കീർത്തനം ആരംഭിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കുന്ന വിഷയം ഒരു വലിയ ആത്മീയമായൊരു ചോദ്യമാണ്. ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെ വേളകളിൽ ഒരിക്കലെങ്കിലും ദൈവമക്കൾ, ദൈവത്തോട് വിശ്വാസമുള്ള ദൈവമക്കൾ, വിശ്വാസമില്ലാത്തവർക്ക് ചോദിക്കാൻ പറ്റില്ല, വിശ്വാസമുള്ള ദൈവമക്കൾ ചില പ്രാർത്ഥനയുടെ വിഷയത്തിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കർത്താവേ അങ്ങ് താമസിക്കുന്നത്? കാരാഗൃഹത്തിൽ കിടക്കുന്നതായിരിക്കുന്ന യോഹന്നാൻ വളരെ കർത്താവായ യേശു കർത്താവിന്റെ ജയിലിലേക്കുള്ള സന്ദർശനത്തിന് വേണ്ടി വളരെ കാത്തിരുന്നു. പക്ഷെ കർത്താവ് വരുന്നില്ല. അപ്പൊ തന്റെ ഉള്ളിൽ വലിയ ഒരു സങ്കടമുണ്ടായി, വലിയൊരു ഭാരമുണ്ടായി. ഈ സമയത്ത് യോഹന്നാൻ തടവിൽ കിടക്കുകയാണ്. ജയിലിലെ കഷ്ടപ്പാട് ഇന്ന് വരെ യോഹന്നാൻ അതുവരെ ജയിലിൽ കിടന്നിട്ടില്ല. മരുഭൂമിയിൽ സർവസ്വാതന്ത്ര്യനായി നടന്നൊരു വ്യക്തിയാണ്. യോർദാന്റെ വെള്ളത്തിൽ, യോർദാന്റെ കരയിലും വളരെ സർവസ്വാതന്ത്ര്യമായി നിന്ന് ആരെയും ഭയക്കാതെ ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന വചനം വളരെ ധൈര്യത്തോടുകൂടെ പ്രസംഗിച്ച, ആരും തടയാത്ത, കെട്ടപ്പെടാത്ത, ഒരു ബന്ധനത്തിനും ഒതുക്കാൻ കഴിയാത്ത നിലയിൽ സർവസ്വാതന്ത്ര്യത്തോടുകൂടെ ഓടി നടന്ന ദൈവവചനം ശുശ്രൂഷിച്ച ഒരു ദൈവദാസൻ ഇപ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. കാരാഗൃഹത്തിൽ കിടക്കുന്നത് ബഖോരിയ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ജയിലിലാണ് കിടക്കുന്നത്. ഒരു കോട്ടയാണത്. 1-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ചരിത്രകാരനായിരിക്കുന്ന ഫ്ലാവിയസ് ജോസഫസ് തന്റെ ഗ്രന്ഥങ്ങളിൽ ഈ ജയിലിനെ കുറിച്ചും കോട്ടയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ന് യോർദാന്റെ രാജ്യത്താണ്, ഇന്ന് യോർദാൻ എന്ന് പറയുന്ന രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചാവകടലിൽ ഏകദേശം 25 കിലോമീറ്റർ തെക്ക് കിഴക്കായി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 11,000 മീറ്റർ ഉയരമുള്ള ഒരു മലയുടെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഇതറിയപ്പെടുന്നത് ഗർബത്ത് മുഖാബീർ എന്ന പേരിലാണ്. ഇത് യോഹന്നാനെ തടവിലാക്കിയ ഈ കോട്ട വളരെ സുരക്ഷിതമായിട്ട് നിർമ്മിക്കപ്പെട്ടതായ കോട്ടയായിരുന്നു. വളരെ തന്ത്രപ്രധാനമായിരിക്കുന്ന ഈ കോട്ട, അവിടെ ഒരു ആഡംബര കൊട്ടാരമുണ്ടായിരുന്നു, തടവറയും ഉണ്ടായിരുന്നു.
ഹെരോദ രാജാവിന്റെ മകനായ ഹെരോദ അന്തിപ്പാസ് സ്വന്തം സഹോദരന്റെ ഭാര്യയെ ഹെരോദ്യായി വിവാഹം കഴിച്ചതിനെ യോഹന്നാൻ പരസ്യമായിട്ട് എതിർത്ത ആ സമയം. ഈ കോട്ടയിലാണ് യോഹന്നാൻ സ്നാപകനെ ആ തടവറയിൽ അടച്ചത്. ഞാൻ എന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് വന്നിട്ട് മെസ്സേജിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കോട്ടയിൽ വെച്ചാണ് യോഹന്നാൻ കൊല്ലപ്പെട്ടത്. ഹെരോദ്യയുടെ മകളുടെ നൃത്തത്തിന് പ്രതിഫലമായി യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിയെടുത്തത് ഈ കോട്ടയിലെ ഈ തടവറയിൽ വെച്ചാണ്. ഇന്ന് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഈ കിടക്കുന്നതായിരിക്കുന്ന തടവറയിൽ നിന്നുകൊണ്ട്, ജയിലിൽ നിന്നുകൊണ്ട് യോഹന്നാൻ ശിഷ്യന്മാര് വഴി വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? തടവറയുടെ ഏകാന്തതയിൽ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയതായിരിക്കുന്ന യോഹന്നാൻ, പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യം തന്റെ ഹൃദയത്തിന്റെ വേദനയിൽ നിന്ന്, പ്രതീക്ഷയിൽ നിന്ന്, പ്രതീക്ഷയുടെ കടശിയിൽ ഈ ചോദ്യം തന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നത് ഒരു നിരാശയുടെ അനുഭവത്തിൽ നിന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കാൻ, യോഹന്നാനെ പോലെയുള്ള ഒരു ഉരുക്ക മനുഷ്യൻ, യോഹന്നാൻ സ്നാപകനെ പോലെയുള്ള ഒരു ഉരുക്ക മനുഷ്യൻ വിശ്വാസത്തിൽ വാടി ഉലഞ്ഞു പോയ ഒരു അനുഭവമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് വേൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഏത് ഉരുക്ക മനുഷ്യനും, ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഏതൊരു മനുഷ്യനും ജീവിതത്തിന്റെ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ ആടി ഉലഞ്ഞ് പോകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ അനുഭവങ്ങളിൽ നീ തളർന്നു പോകുന്ന സാഹചര്യം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ആ നിമിഷങ്ങളാണ് എന്നുള്ളത് നീ മറക്കരുത്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്തുകൊണ്ട് യോഹന്നാൻ എന്ന് പറയുന്ന ദൈവദാസൻ സംശയാലുവായി? വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ട് അദ്ദേഹം സംശയാലുവായി? ഉത്തരം ഇതാണ്: ഏതു വലിയ ദൈവദാസനും, ഏതു വലിയ ദൈവദാസിയും, ഏത് വലിയ മനുഷ്യനും ഒരു മനുഷ്യനാണ്. ഉരുക്കുകൊണ്ടല്ല മനുഷ്യനെ ദൈവം നിർമ്മിച്ചതാണ്, മണ്ണുകൊണ്ടാണ്. കരയുയർത്തി സ്തോത്രം ചെയ്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോഹന്നാൻ സ്നാപകൻ ആരായിരുന്നു? പ്രവാചകന്മാരിൽ ഏറ്റവും വലിയത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. യേശു കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ, വഴിയൊരുക്കുവാൻ ഈ ഭൂമിയിൽ കർത്താവിന് മുന്നോടിയായി ജനിച്ച ഒരു മനുഷ്യൻ, കർത്താവായ യേശു കർത്താവിന്റെ സമകാലികൻ. എന്നോട് പറഞ്ഞാൽ യേശു കർത്താവിനെ പരിചയപ്പെടുത്തിയവൻ. മരുഭൂമിയിലെ ശബ്ദം. യേശു കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനില്ല. ആമേൻ. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: സ്ത്രീകളിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള മനുഷ്യരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എന്റെ ഒപ്പം വരണം കേട്ടോ, എന്നാൽ ഈ മെസ്സേജ് മനസ്സിലാകുള്ളൂ. ഒരു വലിയ മനുഷ്യൻ ജയിലിലായപ്പോൾ, ഏകാന്തതയിലായപ്പോൾ യോഹന്നാൻ ചെറിയ മനുഷ്യനായി. ഇതിനു മുമ്പ് യോഹന്നാൻ ചെറിയ മനുഷ്യനായത് യേശു കർത്താവിന്റെ മുമ്പിലാണ്. അവന്റെ ചെരുപ്പിന്റെ അരിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ മെസ്സിയല്ല, എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ എനിക്കൊരു യോഗ്യതയില്ല. അവനോ വളരണം, ഞാനോ ചെറുതാകണം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ എല്ലാ മനുഷ്യരും എല്ലാവരും ചെറുതാകണം, ഞാൻ വളരണമെന്നാണ്. പക്ഷെ യോഹന്നാൻ സ്നാപകന്റെ ആ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കണം, ആ കാഴ്ചപ്പാട് മനസ്സിലാക്കണം. അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം.
എന്നാൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെക്കാൾ ഏറ്റവും വലിയവനായ യോഹന്നാൻ നിൽക്കുമ്പോൾ, കാരാഗ്രഹത്തിന്റെ കഷ്ടതയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഏറ്റവും ചെറിയവനായിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വൈദ്യുതി നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ഒരു വലിയവനായിട്ടാണ്. നിന്റെ ഭവനത്തിൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് നീ വലിപ്പത്തിൽ ചെറുതാകാം, സാമ്പത്തികത്തിൽ ചെറുതാകാം, വിദ്യാഭ്യാസത്തിൽ ചെറുതാകാം, കഴിവിൽ ചെറുതാകാം. പക്ഷെ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവം നിന്റെ ഭവനത്തിൽ നിർത്തിയിരിക്കുന്നത് ആ ഭവനത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായിട്ട്. കരങ്ങളെ ഉയർത്തിയുള്ള സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിയുള്ള സ്തോത്രം ചെയ്യാം. സ്വർഗരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് ദൈവം നിന്റെ ഭവനത്തിൽ നിർത്തിയിരിക്കുമ്പോൾ, സ്വർഗരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് ദൈവം നിന്റെ ദേശത്ത് നിർത്തിയിരിക്കുമ്പോൾ, സ്വർഗരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് ദൈവം നിന്റെ ചാർച്ചക്കാരുടെ നടുവിൽ നിന്നെ നിർത്തിയിരിക്കുമ്പോൾ, നീ പറയരുത് ഞാൻ എല്ലാവരെക്കാൾ ചെറുതാണ് എന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഞാൻ കേൾക്കാൻ പറ്റാത്ത ഒരു വാക്ക് കേട്ടപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ തകർന്നു പോയി. ദീർഘനാളുകൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നൊരു ദൈവദാസന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ പോയപ്പോൾ വിശ്വാസത്തെ വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് കേട്ടപ്പോൾ വല്ലാതെ മാനസികമായിട്ട് വല്ലാതൊരു വിഷമം ഉണ്ടായി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പക്ഷെ ദൈവം അദ്ദേഹത്തെ ഒരുപാട് ദൈവം സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ദൈവം കരുതിയിട്ടുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നം, നമ്മളുടെ ഇടയിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായ ചില തിക്താനുഭവങ്ങളിൽ വിശ്വാസത്തിൽ നിന്ന് മടങ്ങിപ്പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബം. ഷൈനപ്പോ വന്നായിരുന്നു. ഓക്കെ, ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ പ്രതികൂലങ്ങളിൽ, സാഹചര്യങ്ങളിൽ, പ്രശ്നങ്ങളിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാവുന്ന ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇത് ഞാൻ പറഞ്ഞു ദേവദാസ, ഇത് പിശാച് ഒരുക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പിശാച് ഒരുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ആത്മീയ മണ്ഡലങ്ങളുടെ മധ്യേ ദൈവദാസന്മാർക്കാണെങ്കിലും ദൈവമക്കൾക്കാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അവരെ ആത്മീയമായി നിലനിർത്തണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്നതിനെ കുറിച്ച്, ദീർഘവർഷങ്ങൾ വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഒരിക്കൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു പോകാമെന്ന് വിചാരിച്ചില്ല. എന്താ കാര്യമെന്നറിയാമോ? ജീവിതത്തിന്റെ ചില ഇരുളടഞ്ഞ സാഹചര്യങ്ങളുടെ പോകുമ്പോഴും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ഒരു വലിയ ഉറപ്പ്. കരയുയർത്തുന്ന സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു വലിയ മനുഷ്യൻ ഇപ്പോൾ ജയിലിൽ തന്നെ കട്ടതയുടെ നടുവിൽ ചെറുതായിക്കൊണ്ട് ഇരിക്കുകയാണ്. ജയിലിലായപ്പോൾ, ഏകാന്തതയിലായപ്പോൾ എത്ര പേരായിരുന്നു? 10,000-കണക്കിന് ആളുകളല്ലേ യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനപ്പെടാൻ വേണ്ടി നിന്നത്. ഒരു കാലഘട്ടത്തിൽ ചില ദൈവദാസന്മാർക്ക് ദൈവം ശക്തമായ ശുശ്രൂഷകൾ നൽകാറുണ്ട്. ആ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണ്. അതെ, ആ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അതേപോലെ എല്ലാ കാലഘട്ടത്തിലും ദൈവം ഉപയോഗിക്കണം എന്നില്ല. എല്ലാ കാലഘട്ടത്തിലും ആളുകൾ നമ്മളെ അംഗീകരിക്കണമെന്നില്ല. എല്ലാ കാലഘട്ടത്തിലും പഴയ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റണമെന്നില്ല. കാര്യം സ്തോത്രം ചെയ്താട്ടെ.
അവിടെ പരാജയപ്പെട്ടത്. കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ച് വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതം പ്രവർത്തിച്ച ദൈവം ചിലപ്പോൾ ചില കാലഘട്ടങ്ങളിൽ ചില നാളുകളിൽ നിന്റെ മുമ്പിൽ നിശബ്ദമായി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നെന്ന് വരാം. ഇവിടെ നീ പിന്മാറിപ്പോകരുത്. ഇവിടെ ദൈവത്തിന്റെ പദ്ധതി നിന്ന് മറന്നു പോകരുത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചവനായ ദൈവം, വിശ്വസ്തയോടെ തെരഞ്ഞെടുത്ത ദൈവം, ഇപ്പോൾ ഈ ഇടവേളയിൽ നീ ഒരു പ്രയാസത്തിന്റെ മധ്യേ പോകുമ്പോൾ, നീ ഒരു ഏകാന്തതയുടെ മധ്യേ പോകുമ്പോൾ നിന്നെ വിളിച്ച ദൈവത്തെ നീ സംശയിക്കരുത്. ഇപ്പൊ ഏകാന്തതയിലാണ്, ആരും അതിനെ കേൾക്കാനുമില്ല. യോഹന്നാന്റെ ശിഷ്യന്മാർ ഇടയ്ക്കിടയ്ക്ക് വരും കാണാൻ. കുറച്ചുപേരൊക്കെ വിട്ടുപോയി, യേശു കർത്താവിന്റെ കൂടെ കുറച്ചുപേര് പോയി, കുറച്ചുപേരല്ലാതെ പോയി കാണാം. കാരണം ജീവിതത്തിനകത്ത് സാമ്പത്തികമുള്ളപ്പോഴും ശുശ്രൂഷയുള്ളപ്പോഴും സാമ്പത്തികമുള്ളപ്പോഴും സ്വാധീനമുള്ളപ്പോഴും ഒക്കെയുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത്. നമുക്ക് എപ്പോഴാണ് ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നെന്ന് മനസ്സിലാകുന്നത്? എപ്പോഴാണ് അറിയാൻ പറ്റുന്നത് നമ്മളെ സ്നേഹിക്കുന്നെന്ന്? കട്ടതയെ കൂടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അല്ലാത്തപ്പോ വീട്ടിൽ വരാനും ചായ കുടിക്കാനും യാത്ര ചെയ്യാനും പിന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ആളുകൾ കാണും. പക്ഷെ നിന്റെ കട്ടതയുടെ സമയത്ത് എത്ര പേര് നിന്റെ വീട്ടിൽ വരുന്നു, നിന്റെ കൂടെ നിൽക്കുന്നു, നിനക്കൊരു ആശ്വാസമാകുന്നു. കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ, കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ, കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെയാണ് നീ മിത്രങ്ങളെ തിരിച്ചറിയുന്നത്, ഇവിടെയാണ് നീ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്നത്. എന്തായാലും ശരി, യോഹന്നാൻ സ്നാപകൻ ജയിലിലായപ്പോഴും കുറെ ശിഷ്യന്മാർ യോഹന്നാനോട് കൂടെ നിന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യേശു കർത്താവിന്റെ ആരംഭ ശുശ്രൂഷയിൽ എത്ര പേരാ കൂടെ ഉണ്ടായിരുന്നത്? 70 ശിഷ്യന്മാരുണ്ടായിരുന്നു, അത് നമുക്കറിയാം. പിന്നീട് വന്ന് ഗെത്സമനെ ചെന്നപ്പോൾ ഒറ്റയ്ക്കായി പോയി. മരിച്ചാലും പോകത്തില്ലെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, പത്രോസ്. അവസാനം മരണത്തിന്റെ മുമ്പിൽ എന്നും തോന്നിയപ്പോൾ അവിടെയും കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഒറ്റപ്പെടുത്തി പ്രാകാൻ ആണയിടാനും തുടങ്ങിയപ്പോ കർത്താവ് കേട്ടുക. കർത്താവിന് നിരാശ തോന്നിയില്ല. കാരണം പിശാച് പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. പക്ഷേ അവൻ വിശ്വാസഗോളത്തിൽ നിന്ന് പാറിപ്പോകുമെന്ന് അറിയാവുന്ന കർത്താവ് അതിനനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കർത്താവിന് വേദനയുണ്ട്, ഇല്ലേ? വിഷമം. ഈ പിണക്കവും വിഷമവും രണ്ടാ, അത് നമ്മൾ മനസ്സിലാക്കും. ഞാൻ ചിലരോട് പറയാറുണ്ട്, എനിക്ക് വിഷമമുണ്ട് കേട്ടോ, പിണക്കമല്ലത്. എനിക്ക് പിണക്കമുണ്ടെന്ന് പറഞ്ഞാൽ പിണക്കമുണ്ട്. ഞാൻ ചിലരോട് പറയാറുണ്ട്, എനിക്കൊരു വിഷമമുണ്ട്. ആമേൻ. എനിക്ക് ആരോട് വിഷമമുണ്ടെങ്കിലും ഞാൻ പറയാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ ആ വിഷയം പരിഹരിച്ചിരിക്കും. ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ പരിഹരിച്ചിരിക്കും, അല്ലെങ്കിൽ ചെന്ന് പരിഹരിച്ചിരിക്കും. എനിക്ക് പറയാനും ചെല്ലാനും പറയാനും ഫോൺ വിളിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ളിടത്ത് തീർച്ചയായിട്ടും ഞാൻ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ആമേൻ. ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്ക് വിഷമമുണ്ടെന്ന് പറയാറുണ്ട്, ദേഷ്യമുണ്ടെന്നല്ല. ഇപ്പൊ നിങ്ങൾ പാസ്റ്റർ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് സഹോദരി, പിതാവേ, അച്ചായ, എനിക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ പാസ്റ്റർ പിണങ്ങിയെന്ന് ആരും വിചാരിക്കരുത്, അത് വിഷമമാണ്. കർത്താവിന് ആരോടും പിണക്കമില്ല, പക്ഷെ കർത്താവിന് വിഷമം ഉണ്ടായിരുന്നു, അല്ലേ? ഒരു നാഴിക നിങ്ങൾക്ക് എന്നോട് കൂടെ ബാക്കിയെന്ന് പറഞ്ഞേ ഉണർന്നിരിപ്പാൻ, ഇത് വിഷമത്തിൽ നിന്ന് വന്നതാ. ഓക്കെ. അപ്പോൾ ഏകാന്തതയിൽ വേദനയിലായപ്പോൾ യോഹന്നാൻ ചോദിച്ചു, നീയോ വരുവാനുള്ളവൻ? പ്രൈസ് ദി ലോർഡ്. ചോദിക്കുന്നതിന് പിന്നിലൊരു കാര്യം, നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കണം. ഒരാള് പെട്ടെന്നൊന്ന് പ്രകോപിതനായി, തുടർമാനമായി പ്രകോപിതരാകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഒരാൾക്ക് തെറ്റുപറ്റി. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ എന്നതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കും. അവന്
ദുഃഖം, സന്തോഷം മുതലായ വികാരങ്ങളുള്ളൊരു മനുഷ്യനാണ്. ദേഷ്യമുള്ളൊരു മനുഷ്യനാണ്. അവന് ഭയം വരാം, സംശയം വരാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകൻ ഇപ്പോൾ തടവിൽ കിടക്കുമ്പോൾ ഭയപ്പെട്ട സാഹചര്യമാകാം, നിരാശയുടെ സാഹചര്യമാകാം. നിരാശയും ഭയവും യോഹന്നാന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ അവിടെ ആശയക്കുഴപ്പമുണ്ടായി. നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നെങ്കിൽ മനസ്സിലാക്കണം. എന്താ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിന് അർത്ഥം മനസ്സിലാക്കണം. പിശാചിന്റെ ലക്ഷ്യം നിന്നെ ആശയക്കുഴപ്പത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. നിന്റെ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ഒരു ആശയക്കുഴപ്പമുണ്ടായാൽ, നിന്റെ വിശ്വാസത്തെ കുറിച്ച് ഒരാശയക്കുഴപ്പമുണ്ടായാൽ പിശാച് വിജയിച്ചെന്നുള്ള കാര്യം നീ മറക്കരുത്. സംശയം വരാം. ഓക്കെ, സംശയം വരാം. മനുഷ്യ സംശയം പാവമല്ല, ഒരു തരത്തിലുള്ള പാവം. പക്ഷെ പിന്നീട് ആ സംശയം നിന്നെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയാൽ അത് പാപമായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു ദൈവം, അദ്ദേഹം ദൈവമല്ല, അദ്ദേഹം ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഒരു ഇരുമ്പല്ല, ഉരുക്കല്ല, ഒരു പിത്തളയല്ല, ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കിയ ഏലിയാവ് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഉരുക്ക മനുഷ്യനായിരുന്നു. നമ്മൾ ചിന്തിച്ചതാണ്. അത്ഭുതകരമായ പ്രവാചകനാണ്. പിന്നീട് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മതി, ഞാൻ ഇനി മരിക്കട്ടെ. ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തിനനുസരിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ പാപത്തിൽ വീണുപോയി. പത്രോസിലേക്ക് നോക്കിയേ. ഒരിക്കൽ ഞാൻ എന്നെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ദൈവം ഉപയോഗിക്കുന്നത് പരിപൂർണരായ മനുഷ്യരെ അല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്, ദൈവം നിന്നെ ശുശ്രൂഷയിലേക്ക് വിളിച്ചത്, ദൈവം നിന്നെ സഭയിലേക്ക് വിളിച്ചത് നീ എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു വ്യക്തിയായതുകൊണ്ടല്ല. നീ എന്താണെന്ന് നിന്നെ കുറിച്ച് അറിഞ്ഞിട്ടാ ദൈവം വിളിച്ചത്. മോശ 40 വർഷം കൊട്ടാരത്തിലുള്ളപ്പോൾ അവന് വിക്കില്ലായിരുന്നു. അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. പക്ഷേ ഹോരേബ് പർവ്വതത്തിന്റെ മുകളിൽ 80-ാമത്തെ വയസ്സിൽ മോശയെ ദൈവം വിളിച്ചപ്പോൾ അവൻ വിക്കനാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ദൈവം വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. കലിവർത്തിന് സ്തോത്രം ചെയ്താണ്ട് പരിപൂർണരായ മനുഷ്യനായിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ചത് പ്രൈസ് ദി ലോർഡ് നീ ആരാണെന്ന് അറിഞ്ഞിട്ടാണ്. നിനക്ക് നിന്റെ ബലഹീനത അറിഞ്ഞിട്ടാണ്, നിന്റെ സംശയം അറിഞ്ഞിട്ടാണ്, നിനക്ക് ഭയമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യിരെമ്യാവിനെ വിളിച്ചപ്പോൾ യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ബാലനാണ്, എനിക്ക് ഭയമാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യോശുവ ശക്തനായ ശുശ്രൂഷ ചെയ്തൊരു മനുഷ്യനാണ് മോശയോടൊപ്പം. പക്ഷേ യോശുവയോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടും കൂടെ ഉണ്ട്. എനിക്ക് വലിയ ശുശ്രൂഷ ചെയ്യാറുണ്ട്. മോശയ്ക്ക് ദേശത്തെ അളവ് നൂല് വീട്ട് അളന്നു കൊടുക്കാനുള്ള ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ യോശുവയ്ക്ക് അത് നൽകിയിരുന്നു, ദേശം വിഭാഗിച്ചു കൊടുക്കുവാൻ. മോശയ്ക്ക് മിസ്രയീമിൽ നിന്ന് ദൈവജനത്തെ ഫറവോന്റെ അന്ത ലോകത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യമായിരിക്കുന്ന മിസ്രയീമിൽ നിന്ന്, മിസ്രയീമിയ സാമ്രാജ്യത്തിൽ നിന്ന് ഫറവോന്റെ കയ്യിൽ നിന്ന് വിട്ടുവെച്ച് കൊണ്ടുവന്ന് ചെങ്കടൽ കടത്തി യോർദാന്റെ കരയിൽ വരെ എത്തിക്കുവാനുള്ള ശുശ്രൂഷ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ യോർദാന്റെ കരയ്ക്ക് അപ്പുറത്ത് കൊണ്ടുവന്ന് യുദ്ധം ചെയ്ത് ദേശം പിടിച്ചടക്കി ദേശം വിഭാഗിച്ചു കൊടുക്കേണ്ട ശുശ്രൂഷ ചെയ്യേണ്ടത് യോശുവയാണ്. പക്ഷേ യോശുവയോട് ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ള കുഞ്ഞെ, നിന്റെ ഭവനത്തിൽ നിന്നോട് കൂടെയുണ്ട്. വീട്ടിൽ നീ ഒറ്റയ്ക്കായിരിക്കാം, നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഓക്കെ, കത്താനറിയാം. അങ്ങനെയുള്ള വീട്ടിൽ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന എന്തിനാ ഒറ്റയ്ക്ക്? നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനാ. വിധിയെ പഠിച്ചുകൊണ്ടിരിക്കല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ.
ഞാൻ മാത്രമേ ഉള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം നിന്നെ അവിടെ കൊണ്ടാക്കിയിരിക്കുന്നു. ഇതില് എന്റെ ഭർത്താവ് ഇങ്ങനെയാ ആണോ? അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ ഭർത്താവിനെ ദൈവം നിനക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭർത്താവിനെ മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അവനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ആ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുന്നത്. നിന്റെ കുഞ്ഞുങ്ങളെ മാറ്റാൻ നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ പോലെ വലിയവൻ ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ? സംശയമുണ്ട് കർത്താവേ. ഞാൻ അങ്ങയെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയത്, പ്രതീക്ഷിച്ചത്. വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാ വെളിപ്പാടുകളും നൽകിയല്ലോ. പുതിയ നിയമത്തിൽ മിശിഹായെ കുറിച്ചുള്ള 5 വെളിപ്പാടുകൾ ഞാൻ പിന്നീട് സമയത്ത് പറയാം. യോഹന്നാൻ ദൈവം നൽകി. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു വെളിപ്പാട് യോഹന്നാൻ കൊടുത്തില്ല? ജയിലിൽ കിടക്കുമെന്നുള്ള വെളിപ്പാട്, എല്ലാവരും ഉപേക്ഷിക്കുമെന്നുള്ള വെളിപ്പാട്, ഈ സംശയം വരാൻ സാധ്യതയുണ്ട് പക്ഷെ നീ സംശയിക്കരുതെന്നുള്ള വെളിപ്പാട് എന്തുകൊണ്ട് കൊടുത്തില്ല? ഹല്ലേലൂയ. എല്ലാം വെളിപ്പെടുത്തിയ, ഹല്ലേലൂയ, എത്രയോ നാളുകളായി മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയിലേക്ക് 400 വർഷം ദൈവശബ്ദം കേൾക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ദൈവശബ്ദം മുഴങ്ങിക്കേൾക്കുന്ന ആദ്യമായി മുഴങ്ങിക്കേട്ട ശബ്ദം മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ മുഴങ്ങിക്കേട്ട ശബ്ദത്തിന് യെരൂശലേമിൽ മുഴങ്ങി, യോർദാനിൽ മുഴങ്ങി, പുരോഹിതന്മാരുടെ വാസസ്ഥലങ്ങളിൽ മുഴങ്ങി, പട്ടാളക്കാരുടെ ക്യാമ്പുകളിൽ മുഴങ്ങി. അതുകൊണ്ടല്ലേ പട്ടാളക്കാർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അധികമായിട്ടൊന്നും നിങ്ങള് പിടിച്ചടക്കരുത്. പുരോഹിതന്മാര് വന്നിട്ടും സ്ഥാനപ്പെട്ടു, പരീക്ഷന്മാരൊഴുകിയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം ഇതാണ് പ്രിയമുള്ളവരെ, യോഹന്നാനെ ദൈവം തള്ളിയില്ല. തള്ളിയോ? യേശു കർത്താവ് യോഹന്നാനെ കുറിച്ച് ഏറ്റവും വലിയ സാക്ഷ്യം പറഞ്ഞു. വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമെന്ന് ചോദിച്ചപ്പോ യേശു കർത്താവ് പറഞ്ഞില്ല, പിന്നെ ഇത്രയും നാള് ഞാൻ വെളിപ്പാട് കൊടുത്ത് ഈ ഭൂമിയിലേക്ക് അയച്ച് ഞാൻ സ്ഥാനപ്പെട്ടപ്പോ സ്വർഗം തുറന്ന് കാണിച്ചു. ഇപ്പൊ ചോദിക്കുക സംശയം. മാത്രമല്ല കൂടെയുള്ള ശിഷ്യന്മാരെ പോലും തെറ്റിച്ചു കളയാനുള്ള ഒരു കാര്യമായി. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതുപോലും തെറ്റിച്ചു കളയാവുന്ന ഒരു കാര്യമാണ് ശിഷ്യന്മാരെ പണ്ടുവിട്ട് ചോദിച്ചത്. എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനേക്കാൾ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. വലിയ സാക്ഷിയാണ്. നമ്മളെ ആരല്ല എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ സംശയം എത്രയുണ്ടെങ്കിലും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അല്പം ഒന്ന് ആട്ടിപൂലഞ്ഞു പോയാലും ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു സാക്ഷ്യമുണ്ട്. യോബിനെ കുറിച്ച് ദൈവത്തിന് സാക്ഷ്യമുണ്ട്. യോബിനെ പോലെ നേരുള്ളവൻ, നിഷ്കളങ്കൻ. ഹല്ലേലൂയ. ഇതില് വേറെ ആരാവുള്ളേ? അത് പിശാചിന് ആ സാക്ഷ്യം അറിയാമെങ്കിലും പിശാച് നോക്കിക്കൊണ്ടിരിക്കുക, എന്താണ് അവനിൽ കുറ്റം ആരോപിക്കാനുള്ളത്. ഇതെല്ലാം നോക്കിയിട്ട് അവസാനം യോബ് പറഞ്ഞത് വേലിയാ, നീ കെട്ടിയിരിക്കുന്ന വേലിയാ. പ്രൈസ് ദി ലോർഡ്. ഈ വേലി പൊളിച്ചാൽ ഒന്നും കാണാൻ പറ്റിയില്ല. അവസാനം പറഞ്ഞു വേലി നീ കിട്ടിയ വേലി പൊളിച്ചാൽ അവൻ എന്നെ തള്ളിപ്പറയും. അതുകൊണ്ട് യേശു കർത്താവ് അവനെ ബഹുമാനിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതൽ, നീ ബലഹീനനായാലും നീ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. നിന്റെ സംശയം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റേണ്ടതില്ല. നിനക്ക് ഏതെങ്കിലും സംശയം ദൈവസന്നിധിയിലുണ്ടെങ്കിൽ ആ സംശയം നീ ദൈവത്തോട് ചോദിക്കുക, മനുഷ്യനോട് ചോദിക്കരുത്. ആ സംശയം നോക്കി, യോഹന്നാൻ ശക്തനായ പ്രവാചകനാണ്. യോർദാൻ നദിക്കരയിൽ ആയിരങ്ങൾക്ക് മുമ്പിൽ നിലകൊണ്ടവനാണ്. രാജാക്കന്മാരെ പേടിക്കാതെ ശുശ്രൂഷിച്ചവനാണ്. പശ്ചാത്തപിക്കുവീൻ, മാനസാന്തരപ്പെടുവീൻ എന്ന് മരുഭൂമിയിൽ ശബ്ദമായി കാഹളം പോലെ മുഴക്കിയവനാണ്. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നുവെന്ന് ശക്തമായി പറഞ്ഞൊരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ തടവറയിൽ കിടക്കുക, ഒറ്റപ്പെട്ട ജീവിതം, സ്വാതന്ത്ര്യമില്ല. ഒരിക്കൽ ജനങ്ങളെ ഉണർത്തിയ ശബ്ദമാണ്. ഇപ്പോൾ തടവറയിൽ മൗനമാണ്. പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പ്രസംഗിക്കാൻ ആര് കേൾക്കാനാ? തടവരെ പ്രസംഗിച്ചാൽ. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. അങ്ങനെ പറഞ്ഞിട്ടല്ലേ, മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ടല്ലേ, ഹെരോദാവിനോട് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. മാനസാന്തരപ്പെടാൻ പറഞ്ഞതിന് പേരില്ല ജയിലിൽ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ ആമേൻ, ദൈവത്തിന്റെ വൈദ്യുതി, ദൈവത്തിന്റെ ദാസന്മാർക്ക് മാത്രമല്ല ഏത് ദൈവമക്കൾക്കും മൈക്രോസ് എന്ന ജയിലിന്റെ ഒരനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇത് ഒറ്റപ്പെട്ട സ്ഥലമാണ്. മക്രൂസ് എന്ന് പറയുന്നതായിരിക്കുന്ന മലമുകളിലുള്ള കോട്ടയാണ്. ചുറ്റും മരുഭൂമിയാണ്. രക്ഷപ്പെട്ടാൽ ഓടി രക്ഷപ്പെടാൻ എളുപ്പമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ചില സമയങ്ങളിൽ ദൈവം നിന്നെ ഒറ്റപ്പെടലിലേക്ക് അനുവദിക്കുന്ന ചില സമയമുണ്ട്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഒറ്റപ്പെട്ട് പത്മോസിൽ കിടക്കുന്നു. പക്ഷേ ഒറ്റപ്പെട്ടില്ല. ദൈവം യോഹന്നാന് വേണ്ടി ഇറങ്ങി. നമ്മൾ പാപം ചെയ്ത് ഒറ്റപ്പെടുന്ന കാര്യമല്ല കേട്ടോ. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതല്ല. കൊരിന്ത്യസഭയിൽ പാപം ചെയ്ത ഒരു വ്യക്തിക്ക് പൗലോസ് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷത്താൽ അവനുണ്ടായ ദുഃഖം മതി എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. സഭയിലെ ഭൂരിപക്ഷത്താൽ ഒറ്റപ്പെടുക എന്നുള്ളത് അത് ദൈവത്തിന്റെ ശിക്ഷയിൽ വരുന്ന ഒന്നാണെന്ന് കൊരിന്ത്യലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒറ്റപ്പെടുന്നതല്ല. ഇനി വിശ്വസ്തനായി നിന്നിട്ടും ദൈവത്തിന് വേണ്ടി നിന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നിട്ടും നീ ഒറ്റപ്പെടൽ അനുഭവത്തിലേക്ക് പോയാൽ, ആരും മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിലേക്ക് പോയാൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് പോയാൽ, കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടും വേണ്ടത്ര ഫലം കാണാത്ത സാഹചര്യങ്ങളിലേക്ക് പോയാലും, പോകുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് തടവറയിലേക്കുള്ള യാത്ര, യോഹന്നാന്റെ യാത്ര എവിടെയായിരുന്നു? ആയിരങ്ങളുടെ മുമ്പിൽ, 10,000ങ്ങളുടെ മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, ആയിരങ്ങളുടെ മുമ്പിൽ, 10,000ങ്ങളുടെ മുമ്പിൽ അവരുടെ നടുവിൽ നിന്ന് ഹെരോദാവിന്റെ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? ജയിലിലേക്ക് കൊണ്ടുപോയി. അത് ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് തടവറയിലേക്കുള്ള ഒരു യാത്രയാണ്. ഇത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസൻ എത്ര വലിയവനാണെങ്കിലും, ദൈവമക്കൾ എത്ര വലിയവരാണെങ്കിലും അവരൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ മറക്കരുത്. പക്ഷേ അവനിൽ പ്രവർത്തിക്കുന്ന ദൈവം അതിലും വലിയവനാണ്. കഷ്ടപ്പാട് വന്നാൽ വിശ്വാസികൾക്ക് ചോദ്യങ്ങൾ ഉയരും. ഇത് സാധാരണമായൊരു ചോദ്യമല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിയേ, യോഹന്നാൻ ഇപ്പോൾ കിടക്കുന്നത് തടവറയിലാണ്. ശിഷ്യന്മാർ അന്നന്നത്തെയുള്ള വാർത്തകൾ അറിയിക്കുന്നുണ്ട് യോഹന്നാനെ. എങ്ങനെയാണ് വാർത്തകൾ അറിയിക്കുന്നത്? മരിച്ചവരിൽ നിൽക്കപ്പെടുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, യോഹന്നാൻ ചോദിക്കുക, യോഹന്നാൻ ഈ മഹാനായിരിക്കുന്ന പ്രവാചകൻ, മരുഭൂമിയിലെ ശബ്ദമായിരുന്നവൻ, ജനങ്ങളെ പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് നയിച്ചവൻ, യേശു കർത്താവിനെ പരിചയപ്പെടുത്തിയവൻ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതായിരിക്കുന്ന വലിയ മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, ജയിലിന്റെ ഏകാന്തതയിൽ, ജയിലിന്റെ താഴ്ചയിൽ, ജയിലിന്റെ വേദനയിൽ, മരണത്തിന്റെ അനിശ്ചിതാവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വൈദ്യുതിയെ ചോദിക്കുന്നു, ഞാൻ വരുവാനുള്ളവൻ നീയോ? അതല്ല, എനിക്ക് ഒരു വിടുതൽ തരേണ്ടതിന് ആമേൻ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? ഈശായെ ജനതയ്ക്ക് ഒരു വിടുതൽ ഉണ്ടാകുന്ന മിശിഹായെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിച്ചതൊന്നും മിശിഹായിൽ കാണാൻ പറ്റുന്നില്ല. പ്രതീക്ഷിച്ചതൊന്നും യോഹന്നാൻ പ്രതീക്ഷിച്ച യഹൂദന്മാരുടെ വെളിപ്പാട് കൊണ്ട്, യഹൂദന്മാരുടെ പഠനം കൊണ്ട് മനസ്സിലാക്കപ്പെട്ടതായിരിക്കുന്നത്
പലരും യേശു കർത്താവിനെ കാണാൻ പറ്റുന്നില്ല. മെശിഹ എന്ന് പറയുന്നത് അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്ന, കുതിരപ്പുറത്ത് വരുന്ന, ആയുധം ധരിച്ചു വരുന്ന, റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരം കൊണ്ടും സൈന്യം കൊണ്ടും കീഴടക്കുന്ന ഒരു അതുല്യനായ ഒരു വ്യക്തി എന്നാണ് യോഹന്നാനും കരുതിയത്. ആമേൻ. പക്ഷേ ഇപ്പൊ സംശയം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില ജയിലുകളുണ്ട്. ആ ജയിലുകൾ ഏതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയത്? ഏതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ജയിലുകൾ? ഒന്ന്, രോഗം ഒരു ജയിലാണ്, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഏതെല്ലാം മരുന്ന് കഴിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഏതെല്ലാം ഡോക്ടർമാരെ ചെന്ന് കണ്ടിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. കടം എന്തെല്ലാം നോക്കിയിട്ടും രാത്രിയും പകലും അധ്വാനിച്ചിട്ടും കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരു ഭാഗത്ത് കൂടിക്കൂടി വരികയാണ്. കുടുംബത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതും ഉണ്ടാകുന്നില്ല. കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്. ആമേൻ. ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് വിചാരിക്കുമ്പോൾ തൊടുന്ന കാര്യങ്ങളെല്ലാം നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ്. ദൈവത്തിന്റെ പൈതലേ, ഇതുപോലെയുള്ള ഒരു ജയിലിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പ്രൈസ് ദി ലോർഡ്. ന്യായവിധി ചെയ്യുന്ന, ന്യായം വിധിക്കാൻ വരുന്ന മിശിഹായെ കുറിച്ച് ഇങ്ങനെയല്ല യോഹന്നാൻ കരുതിയത്. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ ദയയും കരുണയും കാണിക്കുന്ന ഒരു മിശിഹ. പ്രൈസ് ദി ലോർഡ്. യുദ്ധം ചെയ്യുന്ന മിശിഹയല്ല കാണുന്നത്, അപമാനമേൽക്കുന്ന മിശിഹ, ഉപദ്രവിക്കപ്പെടുന്ന മിശിഹ, വിമർശിക്കപ്പെടുന്ന മിശിഹ, തിരസ്കരിക്കപ്പെടുന്ന മിശിഹ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ രോഗത്തെ മാറ്റുന്ന കർത്താവാണോ? ഇതാണോ നമ്മുടെ കാഴ്ചപ്പാട്? സ്തോത്രം, സ്തോത്രം. കടം മാറ്റുന്ന കർത്താവ്. അതുകൊണ്ടല്ലേ നമ്മള് എല്ലായിടത്തു നിന്നും കടം വാങ്ങിച്ചു, നിങ്ങളുടെ കാര്യമല്ല, എല്ലായിടത്തു നിന്നും കടം വാങ്ങിച്ചു കൂട്ടിയിട്ട് അവസാനം നമ്മൾ ഈ കടമെല്ലാം ആര് തീർക്കണം? കർത്താവ് തീർക്കണം. കർത്താവ് തീർത്തില്ലെങ്കിൽ ആമേൻ, കർത്താവ് കുറ്റക്കാരൻ. ഈ കടം വാങ്ങിച്ച പൈസയൊക്കെ കർത്താവിന് വേണ്ടിയാണ് ചെലവാക്കിയത്. എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ വസ്തു വിറ്റിട്ട് കൺവെൻഷൻ നടന്നു. അവസാനം ഒരു കണക്കാടമില്ലാതെ വന്നു. പക്ഷെ അദ്ദേഹം ഒരു കൺവെൻഷൻ, എപ്പോഴും കൺവെൻഷൻ ക്രമീകരിക്കുന്ന ദേവദാസനാണ്. സ്വന്തം വസ്തു വിറ്റിട്ടാണ് നടത്തിയത്. ഒരിക്കലും ഒരു കൺവെൻഷൻ നടത്തി. വസ്തു വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷൻ നടത്തി കടമായപ്പോൾ വസ്തു വിറ്റു. പ്രിയമുള്ളവർ, ആകെ ബുദ്ധിമുട്ടായി, കടമായി. അവസാനം വസ്തു വിറ്റു, കടം വിറ്റു. പിന്നെ സ്വന്തമായിട്ടൊന്നും ഇല്ലാതെ വന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോ, കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ദൈവം നല്ലൊരു സ്ഥലം വാങ്ങി, നല്ലൊരു വീട് ദൈവം നൽകി. ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മൾ ഈ ലോണൊക്കെ എടുത്തത്, കടം വാങ്ങിയതും ഒക്കെ കർത്താവിന് വേണ്ടിയാണ്? ഇല്ല, കർത്താവിനോട് ചോദിച്ചിട്ടാണ്. ആമേൻ. അല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബാങ്കിൽ ചെന്നപ്പോ SBI മാനേജർ എന്നോട് പറഞ്ഞു, സാറിന് ലോൺ തരുന്നതിന് ഒരു കുഴപ്പമില്ല, ലോൺ എടുക്കുന്ന ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഒരു ചെറിയ വീടാണെങ്കിലും സമാധാനത്തോടെ അതിനകത്ത് കഴിയാമല്ലോ. ലോൺ എടുത്തിട്ട് പിന്നെ 2 നില വീട് പണിതിട്ട് അവസാനം ബാങ്കുകാർ കൊണ്ടൊന്ന് സീല് വെക്കുന്നതിനേക്കാൾ നല്ലത്, ഹല്ലേലൂയ, ആമേൻ, ഉള്ളതിനകത്ത് കയറി കിടക്കുമ്പോൾ അതിനകത്തല്ലേ സമാധാനം ഉള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരയിൽ വെക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ജീവിതത്തിന് രോഗം, അത് നമ്മുടെ കുറ്റമല്ല, രോഗം വരുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കടം വരുന്നത്, നമുക്ക് ജീവിതത്തിൽ കടം വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. വേദന, അനിശ്ചിതത്വം, ആമേൻ, രോഗം, കടം, കുടുംബ പ്രശ്നം, ഒരുവിധപ്പെട്ട കുടുംബ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാനേ പറ്റുള്ളൂ. ഭർത്താവ് പരിഹരിക്കാൻ പറ്റുന്നതാ. ഭർത്താവ് ഇച്ചിരി ചൂടാകുമ്പോൾ, ബഹളമുണ്ടാകുമ്പോൾ, പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. പണ്ടൊരു ആന്റി ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്ന സമയത്ത് ആന്റി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങളെല്ലാവരും ഒന്നും സെമിനാറിനില്ലായിരുന്നു, സ്വയം സമാജത്തിന്റെ. ആമേൻ. കാറിനകത്ത് പോകുമ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, വളരെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പിന്നെ വായി കൊണ്ടിട്ട് പിന്നൊന്നും മിണ്ടത്തില്ല, അതിങ്ങനെ ഇരിക്കും. അവസാനം അദ്ദേഹം പറഞ്ഞു കഴിയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, നീ വായിലെ വെള്ളം കുതിപ്പിക്കണമെന്നേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ആന്റിയുടെ പറഞ്ഞൊരു കാര്യമാണ്. ആമേൻ. അപ്പൊ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ വന്നാൽ ചിലര് പറയാറുണ്ട്, എന്റെ പാസ്റ്റേ അത് വായിക്കാത്ത പിന്നെ തുപ്പാൻ സമയം ഉണ്ടാവില്ല, ഉറങ്ങാൻ നേരത്തെ
തുപ്പാൻ പറ്റുള്ളൂ. ആമേൻ. എന്നാലും വേണ്ടിയല്ല, ഒരുവിധപ്പെട്ട കുടുംബ പ്രശ്നങ്ങളെല്ലാം വീട്ടിനകത്ത് സഹോദരിമാര് വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാൻ കഴിയും. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പഠനം വായിച്ചു. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ. ആമേൻ. മദ്യപിക്കാത്ത ഭവനങ്ങളിലുള്ള പല പ്രശ്നങ്ങളുടെയും കാരണക്കാരി സ്ത്രീകളാണെന്ന് അതിനകത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, പഠനം പറഞ്ഞ. ആമേൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ വെച്ച് ചിന്തിച്ചു നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം വൈകുന്നത് പോലെ തോന്നുന്നു യോഹന്നാന്റെ ഉള്ളില്. മെശിഹ വൈകുന്നത് പോലെ തോന്നുന്നു. യോഹന്നാൻ ജയിലിലാണ്. ആവുന്ന സമയത്ത് യേശു കർത്താവിനെ പരിചയപ്പെടുത്തി. യേശു കർത്താവിന്റെ ശബ്ദമായിട്ട് ജീവിച്ചു. എന്നാൽ ഇപ്പോൾ ഇരുണ്ട തറവ്. ആമേൻ. തത്ത പറയും. യോഹന്നാന്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നതാണ്. ഞാൻ പ്രസംഗിച്ചതൊക്കെ തെറ്റായിരുന്നു? ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു? ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു തോന്നലിൽ വെച്ച് പറഞ്ഞതാണോ? പെട്ടെന്ന് എനിക്കുണ്ടായ ആവേശത്തിൽ വെച്ച് പറഞ്ഞതാണോ? യോഹന്നാൻ ഇതൊക്കെ ചിന്തിക്കുന്ന സമയം എപ്പോഴാണെന്നറിയാം? നമ്മൾ ഈ തിരക്കുള്ള സമയങ്ങളിലും ജോലി സമയങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോഴും ഈ നിരന്തരമായ ശുശ്രൂഷ ചെയ്യുമ്പോഴൊന്നും ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. എപ്പോഴാ വരുന്നത്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കാതെ വരുമ്പോൾ, നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ, നമ്മൾ പലരോടും പറഞ്ഞു കർത്താവ് നിങ്ങളുടെ കടം മാറ്റൂ. സ്വന്തം കടം മാറുന്നില്ല. യേശു നമ്മൾ പറഞ്ഞു കർത്താവ് പ്രാർത്ഥിച്ചാൽ മതി സഹോദര സഹോദരി, രോഗം മാറ്റും. പ്രൈസ് ദി ലോർഡ്. അന്ന് ദൈവം വിടുതൽ തരും. സ്വന്തം രോഗം മാറുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം സന്തോഷം തരും. സ്വന്തം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പലപ്പോഴും കിട്ടുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇതുപോലൊരു കഷ്ടതയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഞാൻ അന്ന് പറഞ്ഞതൊക്കെ തെറ്റായിരുന്നോ? ഇത് യോഹന്നാന്റെ ജീവിതത്തിലുണ്ടായി. എന്തുകൊണ്ട് ദൈവം എന്നെ വിടുവിക്കുന്നില്ല? ഞാൻ അവന് വേണ്ടി സാക്ഷ്യം പറഞ്ഞു. അവൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു. ഞാൻ മെസ്സിഹയല്ലെന്ന് പറഞ്ഞു. എന്റെ പിന്നാലെ വരുന്ന ഒരുവനുണ്ട്, അവനാണെന്ന് പറഞ്ഞു. ഞാൻ അവനെ ചൂണ്ടിക്കാട്ടിയതാ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്തുകൊണ്ട് എന്നെ വിടുവിക്കുന്നില്ല? വിടുതൽ പ്രസംഗിച്ചവനാണ് ഞാൻ. അവനെക്കുറിച്ച് പ്രസംഗിച്ചവനാണ് ഞാൻ. പക്ഷെ എന്റെ കുടുംബത്തിൽ വിടുതൽ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? എന്നാൽ എത്രയോ വീടുകൾ പ്രാർത്ഥിച്ച് തറക്കല്ലിട്ട് പണിതു കൊടുത്തു. പ്രായമുള്ള ദൈവാസന്മാരൊക്കെ ഉള്ളിൽ വരുന്ന ചോദ്യമാണ്. എത്ര പേർക്ക് വേണ്ടി ഞാൻ കൊത്തിയിരുന്ന് പ്രാർത്ഥിച്ചു ഒരു വീടിന് വേണ്ടി. പക്ഷേ എനിക്ക് 75 വയസ്സായിട്ട് എനിക്കെന്തുകൊണ്ടൊരു വീടില്ല? എത്ര കുഞ്ഞുങ്ങളെ ഞാൻ പ്രാർത്ഥിച്ച് ജോലിക്ക് വിട്ടു, പക്ഷെ എന്റെ കുഞ്ഞിന് മാത്രം ജോലി കിട്ടുന്നില്ല. എത്രയോ കുഞ്ഞുങ്ങളെ ഞാൻ നല്ല വഴി പറഞ്ഞു കൊടുത്ത് അവരുടെ സ്ഥാനത്തിലേക്ക് നടത്തി ദൈവകൃപയിൽ ജീവിക്കുന്നു, പക്ഷെ എന്റെ കുഞ്ഞ് മാത്രം എന്തുകൊണ്ട് തെറ്റിപ്പോകുന്നു? ഇവിടെയാണ് ഒരിക്കൽ നമ്മൾ പറഞ്ഞ സാക്ഷ്യവും, ഒരിക്കൽ നമ്മൾ പറഞ്ഞ പ്രസംഗവും, ഒരിക്കൽ നമ്മൾ പറഞ്ഞ വിശ്വാസവും നമ്മുടെ ഉള്ളിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം. ആ സമയത്ത് ഈ പാട്ട് അന്നുണ്ടായിരുന്ന യോഹന്നാൻ പാടുമായിരുന്നു. ഇല്ലെങ്കിൽ ഇതിന് സമാനമായ നിലയിൽ അദ്ദേഹം പാടിക്കാണാമായിരിക്കാം. പാടാതെ പോയത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സുനിസഹോദരിയെ കുറിച്ച്. സുനിസഹോദരി ഇല്ലാത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള സമയത്ത് പറയാം. സുനിസഹോദരി ഇവിടെ തന്നെ നമ്മുടെ ചർച്ച വന്ന് ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളപ്പോ എപ്പോഴും സുനിസഹോദരി വിശ്വാസത്തിന്റെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. വിശ്വാസത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ
സുനി സഹോദരി വിശ്വാസത്തെ നിലനിൽക്കാനുള്ള കാര്യം സുനിത എന്ന് പറഞ്ഞ സുനിത നിലനിൽക്കാനുള്ള കാരണം പ്രതികൂലങ്ങളിലും വിശ്വാസത്തിന്റെ പാട്ട് പാടുന്നത് കൊണ്ട്. നിങ്ങളിൽ കട്ട വനിക്കുന്നവർ പാട്ട് പാടട്ടെ, പ്രാർത്ഥിക്കണം, പാട്ട് പാടണം. കണ്ണുനീരെന്നു മാറുമോ, വേദന കേളുന്നു തീരുമോ, കണ്ണുനീർ മാറുമോ, വേദന കേളുന്നു തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു. പ്രിയമുള്ളവരെ, യോഹന്നാൻ സ്നാപകൻ ജയിലിൽ കിടന്ന് ഈ പാട്ടല്ലെങ്കിൽ വേറെ ചില പാട്ടുകൾ പാടാൻ സാധിക്കും. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ കണ്ണുനീരെന്ന് മാറും, ഈ വേദന എന്ന് തീരും, എന്നെനിക്ക് ഈ കഷ്ടതയിൽ നിന്ന് കണ്ണുനീരിൽ നിന്ന് പുറത്തു വരാൻ പറ്റും, ഈ നൊമ്പരത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അല്ലയോ മിശിഹായേ, അല്ലയോ യേശുവേ, ഞാൻ അങ്ങയെക്കുറിച്ച് പ്രസംഗിച്ചു, നാളുകളായി പ്രസംഗിച്ച് എന്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ അങ്ങേ മാത്രമേ കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളൂ. ഞാൻ മറ്റാരെയെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എന്നെ ഉയർത്തിയിട്ടില്ല. ഞാൻ അങ്ങേ മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. കഷ്ടപ്പാടിന്റെ കാലഘട്ടങ്ങളിൽ ഞാൻ ജയിലിലായതങ്ങ് അറിഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, യോഹന്നാൻ തടവിൽ ആയെന്ന് കർത്താവ് അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ തടവിലായതങ്ങ് അറിഞ്ഞല്ലോ. പക്ഷേ എന്തുകൊണ്ട്? എപ്പോഴെങ്കിലും എനിക്ക് രക്ഷ കിട്ടിയാൽ പോരാ. എന്റെ ആവശ്യങ്ങളിലാണ് എന്റെ വിഷയത്തിന് പരിഹാരം പറഞ്ഞത്. സാറഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ ഏലിയാവ് വരേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ടല്ല, കലത്തിലെ മാവ് തീർന്നു പോകുന്നതിന് മുമ്പ്, ഭരണിയിലെ എണ്ണ വറ്റിപ്പോകുന്നതിന് മുമ്പ് ഏലിയാവ് അങ്ങ് വന്നു. നന്നായി. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സഹോദരിയെ സഹായിക്കാനായിട്ട് പോയി. ഞാനും ഇന്നും കൂടെ അവരെ വീട്ടിൽ ചെന്ന്, രാത്രിയിലാണ് അവിടെ ചെന്ന്. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു. പൊതിച്ചോറൊക്കെ റോഡ് സൈഡിൽ കൊണ്ട് വിറ്റിട്ടാണ് മരുന്ന് വാങ്ങിച്ചത്. അവർ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലാണ് അവര് നിർത്തിയിരിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. മക്കള് 3 പേരുണ്ട്, അവർ കൂലിപ്പണിക്കാരാണ്. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ക്യാൻസർ രോഗത്തിന് ഹോമിയോ മരുന്നാക്കി. ഞാൻ അവരോട് പറഞ്ഞു, ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ, ഓപ്പറേഷന് 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇല്ലാതെ അവർ ഹോമിയോ മരുന്നാക്കി. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പൊ ആര് പറഞ്ഞു ഹോമിയോ മരുന്ന് കഴിച്ചാൽ മാറുമെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, പൈസ ലഭിച്ചാൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമോ? ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാക്കിന്റെ ഉറപ്പിൽ ഞാൻ പ്രവർത്തിക്കാം. എന്തായാലും നമ്മൾ വീഡിയോ ഇട്ടു. ദൈവത്തിന്റെ ടൈം നോക്കണം. എനിക്ക് ആ സഹോദരിയെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, ക്യാൻസർ രോഗിയാണ്, വൈറൽ ക്യാൻസറാണ്. ഒറ്റ, ഞാൻ കേട്ട സാക്ഷി ശരിയാണെങ്കിൽ, ഒറ്റ ഒരാഴ്ച പോലും സഭയിൽ അവർ ആരാധന മുടക്കിയിട്ടില്ല. കരകെട്ട് സ്വാഗതം ചെയ്താട്ടെ. ഇരിക്കാൻ വയ്യായെങ്കിൽ സഭയിൽ കിടന്നു. ആ സഹോദരിയ എന്തായാലും ശരി,
നമ്മൾ വീഡിയോ ഇട്ട് ഒരാഴ്ചയായി, പൈസയൊക്കെ ആയി. ആദ്യത്തെ ഒരാഴ്ച പൈസ ഒന്നും വന്നില്ല. 2500 രൂപ വന്ന് ഒരാഴ്ച ഇട്ടു. എനിക്കും വിഷമമായി. ഞാനും കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്ത് വിളിച്ചു, പൈസ ഒന്നും വരുന്നില്ലല്ലോ. എന്തായാലും പുള്ളിക്കാരുടെ പ്രാർത്ഥന കേട്ടിട്ടാണ്, എന്റെ പ്രാർത്ഥന കേട്ടിട്ടാണോ, കർത്താവ് മനസ്സരിഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പിറ്റേ ആ 2500 രൂപ വന്നിട്ട് തലേ ദിവസം 10,000 രൂപ വന്നു. അതിനുശേഷം പിന്നെ ഞാൻ പൈസ വരാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 5-5 ലക്ഷം രൂപയോളം പൈസ അവർക്ക് വന്നു. ഞാൻ പറയാൻ വന്ന അത്ഭുതം അതൊന്നുമല്ല. വീഡിയോ ഇട്ട് പിറ്റേ ആഴ്ചയായി പൈസ വന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരി ഹൃദയടുപ്പ് നിന്നു, ശരീരം വറവോളി പോലെയായി. പെട്ടെന്ന് കുറെ നാളുകളായി കിടക്കുന്നതാണ് കേട്ടോ. മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി ഐസിയുവിലേക്കാക്കി. ഐസിയുവിൽ ഒരു ദിവസത്തെ ചാർജ് 60,000 രൂപ. ആര് സഹായിക്കും? തക്ക സമയത്ത് കർത്താവ് എന്നെ അവിടേക്ക് അയക്കുകയും അവരുടെ വിഷയങ്ങൾ ഞാൻ നമ്മുടെ പല ദൈവമക്കളെ വിളിച്ച് മെസ്സേജിലൂടെ അറിയിക്കുകയും വീഡിയോ ആയിട്ട് അറിയിക്കുകയും അത് നിമിത്തമായിട്ട് പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയും തക്ക സമയത്ത് ദൈവം അത് പ്രവർത്തിച്ചത് കൊണ്ട് ദൈവത്തിനറിയാം. തക്ക സമയത്ത് പ്രവർത്തിച്ചത് കൊണ്ട് ഒരു ദിവസം ഒരിക്കൽ അവരിങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ വരാനായിട്ട് ഒരു ദിവസം എല്ലാം ടിക്കറ്റ് വരാനായിട്ട് വണ്ടിയെല്ലാം തയ്യാറാക്കി നിർത്തിയപ്പോ അവർ ആ സമയത്ത് അവിടെ ഇല്ല. അന്ന് പോയില്ല. സമയം അതല്ല. അന്ന് കൊടുത്തിരുന്നെങ്കിൽ അതൊക്കെ ചെറിയതായാലും ശരി. ഇന്നലെ 2 ലക്ഷം രൂപ ഓപ്പറേഷന് വേണ്ടി ഇന്നലെ അവരവിടെ കെട്ടിവെച്ചു. കരയുവർക്ക് സ്തോത്രം ചെയ്താട്ടെ. തക്ക സമയത്ത്. അപ്പൊ കട്ടപ്പാടിന്റെ കാലത്ത് കർത്താവെ ഒന്ന് രക്ഷിക്കണം. എല്ലാം മാറിയിട്ട് അല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാന്റെ പ്രാർത്ഥന അതായിരുന്നു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്നെ ഒന്ന് പരിശോധിച്ചു. ഈ ലോകത്തിൽ വന്നിട്ട് ഞാൻ എന്ത് നേടി? നല്ലൊരു പാന്റ് പോലും ഇടാൻ എനിക്ക് പറ്റിയില്ല. യോഹന്നാൻ പാന്റ് ഇട്ടോ? യോഹന്നാൻ നല്ല ഡ്രസ് ഇട്ടോ? കോട്ട സൂട്ടൊക്കെ ഇട്ടാണോ നടന്നത്? യഹൂദന്മാരിടുന്ന നല്ല ഒരു ഡ്രസ്സ് പോലും യോഹന്നാൻ ഇടാൻ പറ്റില്ല. ഒട്ടകരോമം കൊണ്ടുള്ള തോൽവാരമൊക്കെ കെട്ടി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ നേടിയത്? എവിടെ ഉണ്ടായിരുന്ന മനുഷ്യനാ? സെക്കരിയാവെന്ന പുരോഹിതന്റെ കുടുംബത്തിൽ പിറന്ന അടുത്ത തലമുറയുടെ പുരോഹിതനായിരിക്കുന്ന ആകേണ്ട മനുഷ്യൻ എന്തു നേടി? ഈ 10-30 വർഷം മരുഭൂമി ജീവിച്ചിട്ട് സ്വന്തം കുടുംബം പോലും ഉപേക്ഷിച്ച് മരുഭൂമിയിൽ വരുവാനുള്ള മെഷിഹായിക്ക് വേണ്ടി പ്രസംഗിക്കേണ്ടത് ഒരുക്കിയിട്ട് എനിക്കെന്ത് ലഭിച്ചു? യോഹന്നാൻ പാലിക്കാണ്. ഈകത്തിൽ ഒന്നുമില്ലായി നേടിയതെല്ലാം നിത്യയേ. ചേർന്ന് പാടാം. ഈകത്തിലൊന്നുമില്ലായി നേടിയതെല്ലാം നിത്യയേ. പരദേശിയാണുലകിൽ ഇവിടുന്നുമൻ നേനല്ലോ. പരദേശിയാണുലകിൽ ഇവിടുന്നുമൻ നേനല്ലോ. കണ്ണുനീരെന്നു മാറുമോ? വേദന കേളുന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ? വേദന. നാഥ, ഈ ലോകത്തിൽ ഞാൻ ഒന്നും നേടിയില്ല. എന്റെ അപ്പന്റെ പുരോഹിത വസ്ത്രം ഞാൻ ധരിച്ചില്ല. എന്റെ അപ്പന് പകരമായി ധൂപം ഞാൻ വീശിയില്ല. അപ്പന് പകരമായ ശുശ്രൂഷ ഞാൻ ചെയ്തില്ല. ഈ മരുഭൂമിയിൽ ഞാൻ ജീവിച്ചു, ഒന്നും നേടിയില്ല. സക്കരിയാവിനോട് ചോദിച്ചു കാണും പലരും. അല്ലയോ കടത്തടവിലായപ്പോൾ ചോദിച്ചു കാണും. അല്ലയോ സക്കരിയ പുരോഹിത,
തങ്ങളുടെ മകൻ എന്തു നേടി? മരുഭൂമിയിൽ പ്രസംഗിച്ചിട്ട് എന്തു നേടി? കുറഞ്ഞൊരു വീടെങ്കിലും നേടാൻ പറ്റിയോ? പോട്ടെ, ഒരു മോട്ടോർ സൈക്കിളെങ്കിലും വാങ്ങിച്ചോ? ഒരു സൈക്കിളെങ്കിലും? ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സ്ഥലം വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇതുവരെ ദൈവത്തിന്റെ കൃപയാൽ 1 സെന്റ് സ്ഥലം പോലും വാങ്ങിച്ചിട്ടില്ല. അപ്പം തന്നിരിക്കുന്ന 26 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അത് പാറക്കുഴിയാണ്. നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടോ? ഒരു കാട്ടു പ്രദേശത്ത്. നമ്മളിവിടെയൊക്കെ നല്ല സ്ഥലം കിട്ടാറുണ്ടായിരുന്നു. പലരും എന്നോട് പറഞ്ഞു, 95,000 രൂപ സെന്റിനുണ്ടെങ്കിൽ സ്ഥലം വാങ്ങാം. എനിക്കിവിടെയൊക്കെ താമസിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ വാങ്ങിയില്ല. ഞാൻ പറയട്ടെ, എന്ത് നേടി? എന്താ നേടിയത്? യുഗത്തിൽ ഒന്നുമില്ല. നേടിയതെല്ലാം വിദ്യയ. നിന്റെ അങ്ങയുടെ മകൻ യോഹന്നാൻ എന്താ നേടിയത്? പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞല്ലേ? ഇപ്പൊ എവിടെയാ? ജയിലല്ലേ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ജയിലിൽ പോയി കിടന്നിട്ടുണ്ടോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അവര് മാനമര്യാദ ജീവിച്ചവരാ? വിവാഹം കഴിച്ച് നല്ല വീടൊക്കെ വെച്ച് 2 നില വീടൊക്കെ വെച്ച് 3 നില വീടൊക്കെ വെച്ച് 2,500-3,000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വെച്ച് സുഖകരമായിട്ട് ജീവിച്ച് വലിയുള്ള കാറിനകത്തൊക്കെ യാത്ര ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കൊന്നും ഈ ഗതി വന്നിട്ടില്ല. ഏതാ? ഭേദഗതിയാ? ജയിലിൽ കിടക്കാനുള്ള ഗതിയാണ്. യോഹന്നാൻ അവിടെ നിന്നോട് പറഞ്ഞു, പരദേശിയാണ്. പരദേശിയെ കാണാൻ ആരെങ്കിലും വരുമോ? അവിടെയുള്ളത് അവൻ വരുത്തന്മാരെ കാണാൻ ആരെങ്കിലും വരുമോ? നാട്ടിൽ വേരുള്ളവരല്ല. അവരുടെ അസുഖം വന്ന് കിടന്നാൽ കാണാൻ വരുള്ളൂ. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. അങ്ങനല്ലേ? ബന്ധുക്കളാരെങ്കിലും, സഹോദരങ്ങളാരെങ്കിലും, കൂട്ടുകാരാരെങ്കിലും വരണമെങ്കിൽ നാട്ടിലൊരു വേര് വേണം. വേണ്ടേ? ആളുകൾ പറയാം, അവൻ വരുത്തനാ കേട്ടോ, വരുത്തൻ. അവിടെ ഒരുത്തൻ വന്ന് കിടപ്പുണ്ട്, ഇതാ കിടക്കുന്നു. അപ്പൊ അവൻ കിടക്കുക. ബന്ധുക്കളും ഇല്ല നോക്കാൻ, ആരുമില്ല നോക്കാൻ, ആരും ഇങ്ങോട്ട് കയറാനുമില്ല. പട്ടിണിയാണ്, എന്താണെന്നറിയത്തില്ല, കിടക്കുക. എന്നാൽ ഒരു നേരത്തെ ആഹാരത്തിന് പൈസ, ഒരു നേരത്തെ ആഹാരം കൊണ്ട് കൊടുത്തിട്ടെന്ന് പറ. യോഹന്നാൻ പരദേശിയായി ജയിലിൽ, പരദേശിയെ പോലെ ജയിലിൽ. ഇടയ്ക്ക് ആശ്വസിപ്പിക്കാൻ, കൂടെ ഇരിക്കാൻ ഒക്കെ ശിഷ്യന്മാർ ചെല്ലുമായിരിക്കാം. അദ്ദേഹം പാടി 10,000 പിന്നാലെ സ്നാനപ്പെടാൻ വന്നു. ഇപ്പോഴൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവിടെ ഞാൻ അന്യനായിരുന്നു. പരദേശിയാനുലയിൽ ഇവിടന്നു മന്നേനല്ലോ. പരദേശിയാനുലയിൽ ഇവിടന്നു മന്നേനല്ലോ. കണ്ണുനീരെന്നു മാറുമോ വേദന? പക്ഷെ യോഹന്നാൻ പാടുന്നത് അങ്ങനെ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞത് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തീർത്തു. സമയം മുന്നോട്ട് പോകണ്ട, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എല്ലാം തീർത്തു. അപ്പൊ യോഹന്നാൻ എങ്ങനെയായിരുന്നു പാടണ്ടേ? അടുത്ത വരി അറിയാമെന്ന് പാടിയേ. പരനേ വിശ്രമ നാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളും പരനേ വിശ്രമ നാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളും നീ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി ഇല്ലായി. ലേശം താമസം നിൽപ്പാൻ ശക്തി ഇല്ലായി. കണ്ണുനീരെന്നു മാറുമോ വേദന കിടന്നു. എവിടെ എത്തുമ്പോ? എന്റെ വിശ്രമ നാട്ടിലെത്തുമ്പോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസിനെ പോലെ ഞാൻ പാനീയയാഗമായി തീരുവാൻ സമയമായിരിക്കുക. നിര്യാണക്കാലം അടുത്തിരിക്കുകയാണ്. Praise the Lord. Praise the Lord. എന്റെ കണ്ണുനീര് മാറുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ പ്രത്യാശ വെച്ചത് ആർക്ക് വേണ്ടി കേട്ടാണ് പ്രത്യാശ വെച്ച് പ്രസംഗിച്ചത്? എന്നെ ആരാണ് ഇവിടേക്ക് അയച്ചത്? ആമേൻ. ആ കർത്താവിന്റെ അടുത്തേക്ക് എത്തുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. യോഹന്നാന്റെ പട്ടാളക്കാരന്റെ ആരാച്ചാരുടെ വാളന്റെ കഴുത്തിൽ വീണാലും ഒട്ടും താമസം വയ്ക്കല്ലേ. ഇനി ഇവിടെ ഭൂമിയിൽ ശക്തിയില്ല നിൽക്കാൻ. എന്റെ ശക്തി ചോർന്നുപോയി, ശാരീരിക ശക്തി ചോർന്നുപോയി. ജയിലിൽ കിടക്കുമ്പോൾ കഴിവിന് അടിസ്ഥാനമില്ല. എന്താ നമ്മൾ പ്രിയമുള്ളവരെ ഓടി നടന്ന് എന്തെല്ലാം കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, വീടിന് വേണ്ടി കഷ്ടപ്പെട്ട്, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ച് നമ്മൾ ഒരു വർഷം ഒന്ന് കിടക്കയിൽ ഒന്ന് കിടന്നു നോക്കണം. എഴുന്നേക്കാൻ പോലും വയ്യ. ആരെങ്കിലും തിരിച്ചിട്ടാൽ ദോശ തിരിച്ചിട്ടുന്ന പോലെ അങ്ങോട്ട് തിരിച്ചിട്ടാൽ ഇങ്ങോട്ട് തിരിച്ചുവിടും, ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ ഇങ്ങോട്ട് തിരിച്ചുവിടും. എത്ര ദോശ കിടക്കുന്നോരും കരിയാൻ തുടങ്ങും. സമയത്ത് പോയില്ലെങ്കിൽ, എടുത്തില്ലെങ്കിൽ പുറമൊക്കെ പൊട്ടി. എന്തെങ്കിലും കാര്യം പേടിക്കുകയും ചെയ്യരുത് കേട്ടോ. വാസ ഞായറാഴ്ച ഇതാണ് സഹിക്കുന്നത്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പുറമൊക്കെ പൊട്ടി വരുന്നവരൊക്കെ പറയും, അമ്മേൻ മൂർക്കകത്ത് കയറാൻ പറ്റുന്നില്ല, എന്തോ സ്മെല്ല. നമ്മളെ എത്ര ഡെറ്റോൾ ഇട്ടാലും എത്ര ഗർഭം അടിച്ചാലും ആമേൻ നാട്ടുകാരും മണം കണ്ടുപിടിക്കുക. അവർ ഇത് പ്രതീക്ഷ ഉണ്ടാവും. അവിടെ എന്തെങ്കിലും മണക്കുന്നുണ്ടെന്ന് പ്രതീക്ഷ ഉണ്ട്. എന്നാലും അവിടെ മരുമോളാണെങ്കിലും നോക്കുന്നുണ്ടല്ലോ. ആമേൻ നോക്കുന്നുണ്ടല്ലോ, അവിടെ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ കഷ്ടപ്പെടുത്താൻ നോക്കുന്നുണ്ടല്ലോ. ആമേൻ 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 അന്ന് പറയത്തില്ല. ഈ കുറ്റം പറയാനായി പലരും വരുന്നത്. ആമേൻ. ഈ കുറ്റം പറയുന്നതോടെ എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ അമ്മായിപ്പനെ നിങ്ങൾ എന്തുമാത്രം നോക്കിയിട്ടുണ്ട്? നിങ്ങളുടെ അമ്മായിമ്മയെ നിങ്ങൾ എന്തുമാത്രം നോക്കിയിട്ടുണ്ട്? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എത്രമാത്രം നോക്കിയിട്ടുണ്ട്? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ എത്രമാത്രം നോക്കിയിട്ടുണ്ട്? മരിക്കാൻ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാമെന്നൊരു പ്രതീക്ഷയിലാണോ നിങ്ങളുടെ പിതാവ് ജീവിക്കുന്നത്? നിങ്ങളുടെ കൈകൊണ്ട്, കുറ്റം പറയുന്നവരോടാണ് കേട്ടോ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമല്ല, ഒരു തുള്ളി വെള്ളം നാവിൽ തൊട്ട് മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എത്ര മാതാപിതാക്കന്മാരുണ്ട്? നാട്ടുകാരും വന്ന് വെള്ളം കൊടുത്താൽ കിട്ടിയെന്ന് പറയുന്നതല്ലാതെ ഈ വിമർശിക്കുന്നവരോടാകട്ടെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്റെ വിളി ശരിയായി. എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. എന്തുകൊണ്ട് കർത്താവ് കാണാൻ വരുന്നില്ല? ബന്ധനസ്ഥരെ അഴിച്ചുവിടുന്ന മിശിഹായെ കുറിച്ച് ഞാൻ യെശയ്യാ പ്രവചനത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം കർത്താവ് എന്തുകൊണ്ട് വരുന്നില്ല? അവിടെയാണ് ചോദ്യം. വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകല് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? ഇന്നത്തെ ലോകം ഒരു കാത്തിരിപ്പിലാണ്. അവർ കാത്തിരിക്കുന്ന ദൈവത്തെയല്ല, പണത്തെയാണ്. എനിക്ക് കുറച്ചുകൂടെ പണം കിട്ടിയാൽ എന്റെ ജീവിതമാണ്. കുറെ കൂടെ ശമ്പളം കിട്ടിയാൽ എന്റെ ജീവിതമാണ്. കുറെ കൂടെ ബിസിനസ് വലുതായാൽ എന്റെ ജീവിതമാണ്. കൂടുതൽ ലാഭം കിട്ടിയാൽ എന്റെ ജീവിതമാണ്. അവർ വിചാരിക്കുന്ന പണം വന്നാൽ സമാധാനമുണ്ടാകും. പണം സമാധാനം ഉറപ്പാക്കുന്നില്ല. പണമുള്ളവരും സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ പോകുകയാണ്. എന്നാൽ യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലോ നിങ്ങൾക്ക് സമാധാനമുണ്ട്. നിങ്ങൾക്കറിയാമോ, പണത്തിന് മുകളിൽ കിടന്ന ഒരു മനുഷ്യൻ, ഞാനത് പറഞ്ഞു നിർത്തുക, അദ്ദേഹത്തിന്റെ ജീവചരിത്രം ആരും ചോദിക്കരുത്. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങൾ ദയവായി ആരും ചോദിക്കരുത്. ഞാൻ അവിടെ പുസ്തകത്തിൽ മൈക്കൽ ജാക്സനെ കുറിച്ചുള്ള പുസ്തകം ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യ പുസ്തകങ്ങൾ മാത്രമല്ല വായിക്കുന്നത്, ഇതുപോലെ പുസ്തകങ്ങൾ ധാരാളം വായിക്കുന്ന ഒരാളാണ്.
അദ്ദേഹം കിങ് എന്ന് വിളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. മൈക്കൽ ജാക്സനെ കുറിച്ച് അറിയാവുന്നവരാണ് ഈ തലമുറയിലുള്ളവര്. ഓക്കെ, സ്വപ്നലോകം പോലെയുള്ള ഒരു വലിയ സാമ്രാജ്യം, പുറമേ മഹത്വം എല്ലാവരും ആദരിക്കുന്നു, പക്ഷെ അകത്ത് സമാധാനം ഉണ്ടായിരുന്നില്ല. ലോകമെമ്പാടും പ്രശസ്തി ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ ജീവിതത്തിൽ സ്ഥിരമായ സമാധാനം ഉണ്ടായിരുന്നില്ല. നിയമപ്രശ്നങ്ങൾ, ആരോപണങ്ങൾ, മാധ്യമ സമർത്ഥങ്ങൾ മനസ്സിനെ തകർത്തു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, എന്റെ പാസ്റ്ററെ, ഈ പ്രശസ്തരുടെ പ്രശ്നങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മുടെ കുറച്ച് സിനിമാ നടന്മാരുടെ ഇവിടെ മെഗാസ്റ്റാറുകളുടെ പേര് അദ്ദേഹം എന്നോട് ചോദിച്ചു. വിശ്വാസിയൊന്നുമല്ല. എന്നോട് ചോദിച്ചു, എന്റെ പാസ്റ്ററെ, നമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടയിൽ നിന്ന് പാസ്റ്റർ കാറിനകത്ത് പോകുമ്പോ ഒരു നാരങ്ങാ വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു കടയിൽ ഇറങ്ങി ഒരു നാരങ്ങാ വെള്ളം കുടിച്ചാൽ പാസ്റ്റർ ആർക്കും മനസ്സിലാകുന്നില്ല, ആരും തിരിച്ചറിയുന്നില്ല, ആള് കൂടത്തുമില്ല. പക്ഷെ ഇവിടെ സിനിമാ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മെഗാസ്റ്റാർ ഒരു ജംഗ്ഷനിൽ ഇറങ്ങി ഒരു നാരങ്ങാ വെള്ളം കുടിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് അവിടെ ജനസാഗരമാകും. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു എല്ലാം ഉണ്ടെങ്കിലും മനസമാധാനത്തോടെ ഒരു സാധാരണ കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിക്കാനൊരു ഭാഗ്യം അവർക്ക്, ഒരു ഉപ്പ് സോഡ വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം അവർക്ക് അതിന് മിണ്ടുന്നില്ലല്ലോ. എല്ലാവർക്കും എല്ലാ ഭാഗ്യമുണ്ടെന്ന് വിചാരിച്ചാലും എല്ലാ ഭാഗ്യവും ഇല്ലെന്നേ. പ്രൈസലോ, ഞാൻ അവിടെ വെച്ച് അത് നിർത്തുകയാണ്. ഉറക്കത്തിനായിട്ട് വലിയ വീട്, വലിയ കട്ടില്, വലിയ സൗകര്യങ്ങൾ, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. അതിനായി ശക്തമായിട്ടുള്ള മരുന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷെ പണമുണ്ട്, ഉറക്കമില്ല. പണം ഉണ്ടെങ്കിൽ ഉറക്കം വിലക്ക് വാങ്ങാൻ പറ്റുമോ? മയക്കമരുന്ന് കുത്തി വെച്ചാൽ എത്രമാത്രം ഉറങ്ങാൻ പറ്റും? പക്ഷേ അദ്ദേഹത്തിന് പണമുണ്ടായിരുന്നു. പണത്തിന്റെ പരിമിതി അദ്ദേഹത്തിന് സ്വർഗീയ സമാധാനമില്ലായിരുന്നു. കിടക്ക കാശ് കൊടുത്ത് വാങ്ങി, ഉറക്കം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റിയോ? ലോക കിങ് എന്ന് വിളിച്ചു, പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവ് ദരിദ്രമായി, ശൂന്യതയായി. നീ ആരെയാണ് കാത്തിരിക്കുന്നത്? ദൈവത്തിന്റെ വൈദ്യുതി പ്രശസ്തിക്കാണോ? പണത്തിനാണോ? അധികാരത്തിനാണോ? യേശു നൽകുന്ന സമാധാനം. മൈക്കൽ ജാക്സൺ എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യൻ മരിച്ചത് വെറും 50-ാമത്തെ വയസ്സിലാണ്. കോടികൾ ഉണ്ടായിരുന്നെങ്കിലും ജീവിതം നേട്ടാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ഡോക്ടർമാരുണ്ടായിട്ടും ഓരോ ഡോക്ടർക്ക് പോലും അദ്ദേഹത്തിന്റെ ജീവൻ ഒന്നും നീട്ടാൻ കഴിയില്ല. ആശ്രയം എവിടെയാണ്? യോഗനാ സ്ഥാപകന്റെ ആശ്രയം എവിടെയാണ്? യേശുവിലാണ്. ആരിലാണ് ആശ്രയം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആശ്രയം എവിടെയാണ്? നിന്റെ കഷ്ടതയുടെ ഈ കാലഘട്ടത്തിൽ യേശുവിൽ ആശ്രയിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, യേശു എന്നടിസ്ഥാനം ആശ്രയമാവേനിലത്രീ, അവൻ എന്നെ വഴി നടത്തും, അല്ലയാതെ മരുഭൂമിയിൽ അവൻ എന്നെ വഴി നടത്തും, അല്ലയാതെ മരുഭൂമിയിൽ കാത്തിരിക്കും വിശുദ്ധരെല്ലാം, കഴുകനെ പോലെ ഗമിക്കും, കാത്തിരിക്കും വിശുദ്ധരെല്ലാം, കഴുകനെ പോലെ ഗമിക്കും. മധ്യകാശമണിയറയിൽ കാന്തനുമാവേളി കഴിപ്പാൻ, മധ്യകാശമണിയറയിൽ കാന്തനുമാവേളി
യേശു എന്റെ സ്ഥാനം ആശ്രയമവനിലത്രേ. അവൻ എന്നെ വഴി നടത്തും അല്ലയാതെ മരുഭൂമിയിൽ. അവൻ എന്നെ വഴി നടത്തും. യോഹന്നാൻ മണവാളനല്ല, മണവാളന്റെ സ്നേഹിതനാണ്. യോഹന്നാൻ ഇപ്രകാരമാണ് തന്നെ കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തിയത്: മണവാളൻ പിന്നാലെ വരികയാണ്, ഞാൻ മണവാളന്റെ സ്നേഹിതൻ. മണവാളന്റെ ശബ്ദം കേൾക്കുമ്പോൾ മണവാളന്റെ സ്നേഹിതൻ സന്തോഷിക്കുന്നു. എങ്കിലും മണവാളന്റെ സ്വരം കേൾക്കാൻ മണവാളന്റെ സ്നേഹിതനായിരിക്കുന്ന യോഹന്നാൻ ഹല്ലേലൂയ 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 കാത്തിരിക്കുകയാണ്. എവിടെയാണ്? ജയിലിൽ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏറെ നാളായി കൺമനയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടാണെന്നിടുമേലോ. സന്നദ്ധരായി നേടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടുന്ന ശുഭ്രവസ്ത്രധാരിയായി നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി. നാഥൻ പേർക്കായി താതനെന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. ലോകിന നിന്നോട്ടം തികച്ചു സ്വർഗേ വിരുദിനായി. ലോകിന സ്വർഗേ വിരുദിനായി പറന്ന് ഞാൻ മാറുരൂപമാ പരദേശുരാജൻ സന്നിധ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി നീളുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്ര ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി ഹല്ലേലൂയ. അല്ലയോ യോഹന്നാൻ സ്നാപകൻ, ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ ജീവിതം അവസാനിച്ച് താൻ സേവ ചെയ്ത ദൈവസന്നിധിയിലേക്ക് അങ്ങ് പോയി. നിരാശപ്പെടാനൊന്നുമില്ല.
ജീവിച്ചാലും ദൈവസാന്നിധ്യമില്ലാതെ ജീവിച്ചാൽ, ദൈവമില്ലാതെ ജീവിച്ചാൽ യാതൊരുവിധമായ പ്രയോജനവുമില്ല. ശലോഹെ ഓട്ടം തിരിച്ച് താങ്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെ പ്രാപിപ്പാൻ താങ്കൾ പോകുന്നതിനാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രിയമുള്ള കുഞ്ഞെ, നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക, കർത്താവിന് സേവ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി നിൽപ്പാൻ, കർത്താവിനെ ഉയർത്തുവാൻ നിരാശപ്പെട്ടു പോകാതെ നീ കർത്താവിന് വേണ്ടി നിൽക്കുക. നാം കർത്താവിന് വേണ്ടി നിന്നില്ലെങ്കിൽ നാം ഒന്നും നേടിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സമയം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കേൾക്കപ്പെട്ടിരിക്കുന്ന തിരുവചനത്തെ ദേവാലയങ്ങളിലേക്ക് ഏൽപ്പിച്ച് മനോജ് പ്രാർത്ഥിച്ചാൽ